ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ നല്ലൊരു തോരൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. നല്ല നാടൻ തോരൻ. ഈ വാഴപ്പിണ്ടി ഇല്ലേ, വാഴപ്പിണ്ടി. ചിലവരത് വാഴക്കൂമ്പെന്നൊക്കെയാണ് പറയുന്നത്. അത് വെച്ചുണ്ടാക്കുന്ന ഒരു തോരനാണ്. ഇന്നേ പച്ചക്കറി കടയിൽ പോയപ്പോഴേക്ക് അവിടെ ഈ വാഴപ്പിണ്ടി ഇരിക്കണതുണ്ട്. ഒരെണ്ണം അങ്ങോട്ടൊന്ന് മേടിച്ചു. ഇതിന്റെ തോരൻ ഇത് വെക്കേണ്ട സ്റ്റൈലിൽ വെച്ച് കഴിഞ്ഞാല് നല്ല അടിപൊളി സ്വാദാണ്. ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ച് പണിയുണ്ട്. കാരണം ഇതിന് നാര് കൂടുതലായിരിക്കും. അപ്പൊ ഇത് കണ്ടോ, അത് നല്ലോണം വൃത്തിയാക്കി കഴുകിയതിന് ശേഷം ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്യുമ്പോൾ തന്നെ നാര് വരും. അപ്പൊ അത് നമ്മൾ കണ്ടോ, കട്ട് ചെയ്ത് ആ വിരലിലേക്ക് അങ്ങോട്ട് ചുറ്റി ഓരോന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ആ വിരലിലേക്ക് അങ്ങോട്ട് ചുറ്റി അങ്ങോട്ട് എടുക്കണം. എന്റെ അമ്മ ഇതേപോലെ ഇതൊക്കെ പിണ്ടിയൊക്കെ കിട്ടുമ്പോൾ നുറുക്കി എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടേ. അതുപോലെ തന്നെ എന്റെ അച്ചാമ്മ, അതുപോലെ മുത്തശ്ശി, ഇവരൊക്കെ പണ്ട് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു നിന്നിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ എന്തായാലും ഒരു ഗുണമായി. ഈ പിണ്ടിയുടെ ഇതേപോലെ തോരനോ അതുപോലെ തന്നെ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വിഭവം വെക്കുമ്പോ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ ഈ നാരെടുത്ത് കളയണത്. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്ത് കളയണം. ഇനിയിപ്പോ വേറെ വല്ല ടെക്നിക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് അടിക്കാവുന്നതാണ്. ഇതെല്ലാം അങ്ങോട്ടേ നുറുക്കി ഇതേപോലെ നാരൊക്കെ കയ്യിൽ ഇങ്ങനെ ചുറ്റി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ചുറ്റി അതങ്ങോട്ട് കിടക്കും. ആര് കൊണ്ട് വേറൊരു ഇത് കൂടി ചെയ്യാറുണ്ട്. അപ്പൊ ഇതങ്ങോട്ട് എടുത്തിട്ട് ഇതങ്ങോട്ട് പിഴിഞ്ഞ് ഇതിന്റെ നീര് കണ്ണിലേക്ക് ഒഴിക്കാറുണ്ട്. കണ്ണിന് തണുപ്പ് കിട്ടാനൊക്കെ നല്ലതെന്ന് പറയാറുണ്ട്. ഇതെല്ലാം അങ്ങോട്ട് റെഡിയാക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് റൗണ്ടിൽ നല്ല കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കണേ. അപ്പൊ അതിന് ഏറ്റവും എളുപ്പ വഴി നല്ല മൂർച്ചയുള്ള ഗ്ലാസ് എടുത്തിട്ടെ ഇതേപോലെ ഒന്ന് അങ്ങോട്ട് കുത്തി അങ്ങോട്ട് കൊടുത്താൽ മതി. ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി അങ്ങോട്ട് എടുക്കാം. കത്തി കൊണ്ട് ഓരോന്ന് എടുത്തെടുത്ത് അരിയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് ഇത് അങ്ങോട്ട് ചെയ്തെടുക്കാം. കണ്ട, ഇതങ്ങോട്ട് ചെറുതായിട്ട് അങ്ങോട്ട് നുറുക്കി അങ്ങോട്ട് എടുത്തട്ടെ. പിന്നെ ഇതിൽ നാരുണ്ടാവും. അപ്പൊ ഒരു പപ്പടക്കോലോ അല്ലെങ്കിൽ ചെറിയൊരു ഈർക്കിലിയോ വെച്ചിട്ടെ നല്ലൊരു ഈർക്കിലി അങ്ങോട്ട് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. കുറെ നാരുകൾ അങ്ങനെ ആ ഇതിലേക്ക് ചുറ്റി വരും. അതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ആയാലും അങ്ങോട്ട് ചുറ്റി എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറെ നാരുകൾ ഇങ്ങനെ എടുത്ത് നമുക്ക് കളയാൻ പറ്റും. എത്ര എടുത്ത് കളയാൻ പറ്റുമോ അത്രയും നല്ലത്. ഇപ്പൊ ഞാൻ ഇത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച നാരൊക്കെ അങ്ങോട്ട് കളഞ്ഞ് നല്ലവണ്ണം അങ്ങോട്ട് ഊറ്റി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. നമ്മള് അടുപ്പത്തേക്ക് ഇടണതിന് മുമ്പേ ചെറിയൊരു പണിയും കൂടി ഉണ്ട്. കാരണം ഇത് വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ഇത്തിരി തേങ്ങ എടുത്തുണ്ട്. ഒരു അരമുറി തേങ്ങയുടെ പകുതി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അതിന്റെ പകുതി തേങ്ങയും ഒരു ചെറിയൊരു സവാളയുടെ കഷ്ണവും ഒരു 2 വെളുത്തുള്ളി അങ്ങോട്ട് ചെറിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കണം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർക്കാം. പിന്നെ ഇതിൽ പച്ചമുളക് ചേർക്കേണ്ടതാണ്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തേക്കണത്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് അങ്ങോട്ട് ഇട്ടിട്ടെ ഇതങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ട് തിരുമ്മി അങ്ങോട്ട് പിടിപ്പിക്കണം. നല്ല അങ്ങോട്ട് മിക്സ് ചെയ്ത് ആ ഇട്ടേക്കണ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തേങ്ങയൊക്കെ അതിൽ ഇതങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടെ ഒരു അരമണിക്കൂർ, കുറഞ്ഞത് ഒരു 15 മിനിറ്റ് എങ്കിലും ഒന്ന് അടച്ചു വെക്കണം. ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴേക്ക് ഇതിലേക്ക് ഉപ്പും മുളകും അതുപോലെ തന്നെ ബാക്കി എല്ലാം നല്ലവണ്ണം അങ്ങോട്ട് പിടിച്ചോളും. ഇതിലേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ടാണല്ലോ നമ്മൾ തിരുമ്മി അങ്ങോട്ട് പിടിപ്പിക്കുന്നത്. അപ്പൊ അതിലെ വെള്ളമൊക്കെ അങ്ങോട്ട് ഊറി വരും. ഈ പിണ്ടിയിലുള്ള വെള്ളമൊക്കെ ഊർന്ന് വന്നോളും. അത് അങ്ങോട്ട് റെഡിയാക്കി അങ്ങോട്ട് വെച്ചിട്ട് അടുപ്പത്തേക്ക് ഒരു ചട്ടി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ഞാൻ കഴുകി ഇത്തിരി വെള്ളത്തിന്റെ അംശം ഉള്ളതുകൊണ്ടാണ് ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുത്തത്. അപ്പൊ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടാനായിട്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയപ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും കൂടി ഇട്ടു. ആ കടുക് അങ്ങോട്ട് പൊട്ടി വരുമ്പോഴേക്ക് അതിലേക്ക് ഉണക്കമുളകും പിന്നെ കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു 2 പച്ചമുളകും കൂടി ഞാൻ അത് കട്ട് ചെയ്ത് ചേർക്കണ്ടേ. അതും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ആ റെഡിയാക്കി വെച്ച പിണ്ടി ഉണ്ടല്ലോ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ടൊരു ചെറിയ തീയാക്കിയിട്ടേ ഇത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട്
ഒരു പാത്രം വെച്ച് അങ്ങോട്ട് അടച്ചിട്ട് ചെറിയ തീയിലങ്ങോട്ട് ഇത് വേവിച്ചെടുക്കണം. ഇതിന്റെ തന്നെ വെള്ളം ഊറി വന്നിട്ട് ആ വെള്ളത്തിൽ തന്നെ ഇതങ്ങോട്ട് റെഡിയായിട്ട് വരുമ്പോഴേക്കേ നല്ല അടിപൊളി തോരൻ കിട്ടും. അപ്പൊ ഇത് ചെറിയ തീയിൽ വെള്ളം ഒഴിക്കാനാണല്ലോ നമ്മൾ ചെയ്യണം. അപ്പൊ ഇടയ്ക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. ഇടയ്ക്കെന്ന് പറഞ്ഞാല് ഒരു 1-2 പ്രാവശ്യം മതിയാവും. ഒരു 5 മിനിറ്റ് കൂടുമ്പോഴേക്ക് ഈ സംഭവം റെഡിയായിട്ട് അങ്ങോട്ട് വന്നോളും. കൂട്ടുകാരെ, അപ്പൊ വാഴക്കൂമ്പൊക്കെ കിട്ടുമ്പോഴേ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ കമന്റ് അടിക്കാനും മറക്കരുതേ. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.